എയർ ഇന്ത്യ എക്സ്പ്രസിൽ സ്വർണം കടത്തിയ കേസിൽ DRI അന്വേഷണം കൂടുതൽ എയർ ഹോസ്റ്റസുമാരിലേക്ക്. സ്വർണം കടത്തിയ എയർ ഹോസ്റ്റസ് സുരഭിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. കൊടുവള്ളി കേന്ദ്രീകരിച്ചുള്ള സംഘത്തിന് വേണ്ടിയാണ് സുരഭി സ്വർണം കടത്തിയത് എന്നാണ് നിഗമനം. ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ശ്രീകാന്ത്, സുരഭിയിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണെന്നാണ് അറിയാൻ കഴിയുന്നത്? ഈ സുരഭിയുടെ പ്രാഥമിക ചോദ്യം ചെയ്യൽ നടന്നപ്പോൾ വേണു നിർണായകമായ ചില വിവരങ്ങൾ അവർക്ക് ഈ DRIക്ക് ലഭിച്ചിട്ടുണ്ട്. അതിൽ പറയുന്നത് സ്വർണ്ണക്കടത്തിൽ കൂടുതൽ എയർ ഹോസ്റ്റസുമാർക്ക് പങ്കുണ്ട് എന്നുള്ള തരത്തിലാണ്. എയർ ഇന്ത്യ എക്സ്പ്രസിലെ കൂടുതൽ എയർ ഹോസ്റ്റസുമാരെ ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ സ്വർണം കടത്തിയ എയർ ഹോസ്റ്റസ് സുരഭിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഈ നീക്കം നടക്കുന്നത്. സുരഭി കൊടുവള്ളി കേന്ദ്രീകരിച്ചുള്ള ഈ കള്ളക്കടത്ത് സംഘത്തിന് വേണ്ടിയാണ് സ്വർണം കടത്തിയത് എന്ന് നിലവിൽ ഇപ്പോൾ സംശയിക്കുന്നുണ്ട് DRI. അതിന്റെ അടിസ്ഥാനത്തിൽ ആ മേഖലയിലേക്കും DRIയുടെ അന്വേഷണം എത്തും എന്ന് മനസ്സിലാക്കുന്നു. അതേസമയം ഒരു ഞെട്ടിക്കുന്ന വിവരം, ഈ സുരഭി ഇത് ആദ്യമായല്ല കടത്തുന്നത് എന്നുള്ളതാണ്. ഇതിനോടകം തന്നെ ഏതാണ്ട് 20 കിലോയിലധികം സ്വർണം അവർ ഇതിനോടകം കടത്തി എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. പലതവണയായി ഇത് കടത്തുന്നു എന്നും DRI ചൂണ്ടിക്കാണിക്കുന്നു. അതിനാലാണ് അവരെ അറസ്റ്റ് ചെയ്ത് ഇതിൽ കേസെടുത്ത് അറസ്റ്റ് ചെയ്യേണ്ടി വന്നത് എന്നും DRI വ്യക്തമാക്കുന്നു. അന്വേഷണം പുരോഗമിക്കുന്നു. കൂടുതൽ ആളുകൾ വൈകാതെ പിടിയിലാകുമെന്ന് പ്രതീക്ഷിക്കാം. ശരി, ശ്രീകാന്താണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.